പിയാസുനിൽ ഇപ്പോൾ ശ്രീലങ്കൻ തീരത്ത് US ആക്രമിച്ച ഇറാൻ കപ്പലിൽ 60ഓളം പേരെ കാണാതായിട്ടുണ്ട്. 61 പേരെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ടോർപിഡോ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു. സബ്മറൈനിൽ നിന്ന് US ആക്രമിച്ചതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് വിമർശനം ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വന്തം അയൽപക്കത്ത് സ്വാധീനമില്ലേ എന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. എന്നാൽ ഇന്ത്യൻ തുറമുഖങ്ങൾ US നാവികസേന ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം തള്ളുന്നുണ്ട്. ഇറാൻ അനുകൂല പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിയാസുനിൽ 2-3 കാര്യങ്ങളാണ്. ആദ്യം ഈ കപ്പൽ മുക്കിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വിമർശനമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനിയും 61 പേരെ കാണാനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. സബ്മറൈനിൽ നിന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതേപോലെ ടോർപിഡോ ഉപയോഗിച്ചൊരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർക്കുന്നത് ഇത് ആദ്യമാണ്. അതിന്റെ പ്രത്യാഘാതം ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിയിലൂടെ നൽകുമായിരിക്കും. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും അതെങ്ങനെയാണ് സാധ്യമായതെന്നും ആരും അറിയാതെ പോയി. അത് സ്വന്തം രാജ്യവും അറിഞ്ഞിട്ടില്ലേ ഇത് ഇന്ത്യയുടെ തീരത്ത് ഇത് സംഭവിച്ചിട്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം. ഇന്ത്യയുടെ തുറമുഖങ്ങളോ ഇന്ത്യയുടെ ഏതെങ്കിലും സൈനിക ക്യാമ്പുകളോ US-ന്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയല്ലേ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും വ്യക്തമാക്കുന്നത്? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യം? 3 കാര്യങ്ങളാണ് പിയാസുനിൽ. അരുൺ, തീർച്ചയായും വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേൾക്കുന്നത്, മോദി സർക്കാർ കേൾക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശക്തമായ വിമർശനമുയർത്തിയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീലങ്കൻ തീരത്ത്, അതും ഇന്ത്യയിൽ നിന്ന് വിശാഖപട്ടണത്ത് സൈനിക പരിശീലനം പൂർത്തിയാക്കി പോയ ഇറാന്റെ യുദ്ധക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ സൈന്യവുമായി സംയുക്ത അഭ്യാസ പ്രകടനം നടത്തി തിരിച്ചുപോയ ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത്, അതായത് ഇന്ത്യൻ തീരം വിട്ട് ശ്രീലങ്കൻ തീരത്തേക്ക് എത്തുമ്പോൾ അത് അമേരിക്കയുടെ ആക്രമണത്തിൽ തകരുകയാണ്. ആ കപ്പൽ മുക്കുന്ന ഒരു നീക്കമാണ് അമേരിക്ക നടത്തിയത്. ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യക്ക് പ്രതികരിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ത്യ മൗനം പാലിക്കുന്നത് തുടങ്ങിയ ശക്തമായ ചോദ്യങ്ങളാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തുന്നത്. ഏതായാലും ഔദ്യോഗികമായി ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തിയിട്ടില്ല. ഏതായാലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള സ്വാധീനം ഇന്ത്യക്ക് നഷ്ടമാവുകയാണോ എന്ന രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് നേരെ ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുകയുമാണ്. ഇപ്പോൾ ഈ യുദ്ധക്കപ്പലിൽ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 61 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 87 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 32 പേരെ ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർ ശ്രീലങ്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഏതായാലും ഈ ഒരു യുദ്ധക്കപ്പൽ തകർന്ന് വെള്ളത്തിലേക്ക് മുങ്ങിയത്, കടലിലേക്ക് മുങ്ങിയത് അമേരിക്ക പറയുമ്പോഴാണ് അതിന്റെ ഒരു വസ്തുത പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കാൻ പോലുമുള്ള സംവിധാനം ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ശക്തമായി ഉയരുകയാണ്.